ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ മുട്ട വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 4 കറികളുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റുന്ന കറികളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റെസിപ്പി മുട്ട വെച്ചിട്ട് കുക്കറിൽ എളുപ്പത്തിൽ സവാളയും തക്കാളിയും ഒന്നും വഴറ്റാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇതുണ്ടാക്കാനായിട്ട് ഒരു കുക്കർ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള 3 അത്യാവശ്യം വലുപ്പമുള്ള സവാള ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടും ഓരോ ടീസ്പൂൺ വീതമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചി ചതച്ചത് 1 ടീസ്പൂണ്, വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സവാളയിലേക്കൊക്കെയുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 വിസിൽ അടിച്ചാൽ മതി. 2 വിസിൽ കൊടുത്തതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ട് തുറന്ന് നോക്കുമ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടാവും. ഇനി വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ഗ്രാമ്പൂ, അതുപോലെ 1 ഏലക്ക, പിന്നെ ഇതുപോലെ ചെറിയൊരു പീസ് പട്ടയുടെ പീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മഷിയായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത പേസ്റ്റ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ്, തേങ്ങയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ടോട്ടൽ ഒരു 2 കപ്പ് വെള്ളം ഇതിലേക്ക് വേണ്ടി വരും. അപ്പോൾ നമ്മളെടുത്ത സവാളയുടെയൊക്കെ വലുപ്പത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസം വരും. അപ്പോൾ ഞാൻ മിക്സി ജാറിലേക്ക് ആദ്യം 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ആ തേങ്ങയൊക്കെ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളവും കൂടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചാറിന് എത്രത്തോളം കട്ടി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ടോട്ടൽ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി കറിയൊക്കെ നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 5 കോഴിമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട വേണമെങ്കിൽ നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. മുട്ട ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3-4 ചെറിയുള്ളി കട്ട് ചെയ്തെടുത്തതാണ്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് മല്ലിയില ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മളുടെ ഈസി കുക്കർ മുട്ടക്കറി ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയും അതുപോലെ വെള്ളപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മുട്ടക്കറിയാണ്.
തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇനി നമ്മളുടെ അടുത്ത റെസിപ്പി മുട്ട വെച്ചിട്ട് മുട്ട പുഴുങ്ങുകയും പൊരിക്കുകയും ഒന്നും ചെയ്യാതെ നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ, അപ്പത്തിൻ്റെ, ഇടിയപ്പത്തിൻ്റെ, നീർദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ഇട്ടിട്ടുണ്ട്. പിന്നെ ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കറിവേപ്പില, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴന്ന് കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് വാടി സോഫ്റ്റായി വന്നാൽ മതി. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. ഇനി ഇതിൻ്റെ കൂടെ ഒരു 7-8 കുതിർത്തി എടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഈ ഒരു അളവിൽ ഒരു 7-8 അണ്ടിപ്പരിപ്പ് ചേർത്താൽ മതി. ഇനിയിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈ പേസ്റ്റ് നമുക്ക് ആദ്യം നമ്മൾ സവാള വഴറ്റിയിട്ടുള്ള ആ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ മിക്സി ജാറിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ പേസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങയുടെ 2ാം പാലാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. 1ാം പാൽ മാറ്റി വെച്ചതിന് ശേഷം 1/4 കപ്പ് 2ാം പാൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായിട്ട് കറി ഒന്ന് തിളച്ച് വരട്ടെ. കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ ഒരു പകുതി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടുതൽ വേണ്ട, ഒരു ചെറിയ തക്കാളിയുടെ പകുതിയൊക്കെ ചേർത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 മുട്ട ഇതുപോലെ ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചു ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതിലേക്ക് പുഴുങ്ങി ചേർക്കുകയല്ല, ഇതുപോലെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഓരോ മുട്ടയുടെ മുകളിലും കുറേശ്ശെ ഉപ്പൊന്ന് വിതറി കൊടുക്കാം. മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് മുട്ടയുടെ മുകളിലേക്ക് കറി നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഒരു 3-4 മിനിറ്റൊക്കെ മതി. ആ സമയം കൊണ്ട് തന്നെ മുട്ട വെന്ത് കിട്ടും. ഇനി നമുക്ക് മുട്ട ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ടാവും. നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ അരച്ചത് ചേർത്തത് കൊണ്ട് തന്നെ കറി പെട്ടെന്ന് തിക്കായിട്ട് വരും. ഈ സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയുടെ 1ാം പാൽ, നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള 1ാം പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി കൂടുതൽ സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചൂടായിട്ട് തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് താളിച്ച് ചേർക്കാം. അല്ലാതെ ഈ സമയത്ത് ഇങ്ങനെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് താളിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കുരുമുളക് പൊടിയുടെ ആ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം വേണം നമുക്കിത് വിളമ്പാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെയും കൂടെ കഴിക്കാനായിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന എപ്പോഴും ഉണ്ടാക്കുന്ന കറികളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പ്രത്യേകിച്ച് മെനക്കേടൊന്നും ഇല്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത റെസിപ്പി നമുക്ക് ചിക്കനൊന്നും ഇല്ലെങ്കിലും മുട്ട വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന എഗ് ബട്ടർ മസാലയാണ്. അപ്പോൾ ഈ എഗ് ബട്ടർ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം പട്ട ചേർക്കാം. പിന്നെ 1 ഗ്രാമ്പൂ, അതുപോലെ തന്നെ 1 ഏലക്ക കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്തത് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് കളറ് മാറുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി.
സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ആ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ഒക്കെ ഒരു കുത്തുന്ന ഒരു സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. കരിഞ്ഞു പോവാതെ വേണം വഴറ്റിയെടുക്കാൻ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ ഇതിലേക്ക് പിന്നെ 2 മീഡിയം സൈസിൽ തക്കാളി കട്ട് ചെയ്ത് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. തക്കാളി ഒന്ന് മിക്സാക്കി കൊടുത്തതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു 8-10 അണ്ടിപ്പരിപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഒരുപാട് നേരം അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 2 നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ 4 മുട്ട വെച്ചിട്ടാണ് ഈ ബട്ടർ മസാല ഉണ്ടാക്കുന്നത്. 4 മുട്ട പുഴുങ്ങിയിട്ട് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അത് ഈ മസാലയിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. 2 സൈഡും ചെറുതായിട്ടൊന്ന് എടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ടാമത്തെ സൈഡും കൂടി ഒന്ന് മൊരിച്ചെടുക്കാം. ഒരുപാട് നേരം ഇതുപോലെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് മസാലയൊന്നും കരിഞ്ഞു പോവാത്ത രീതിയിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 2 സൈഡും ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 2 സൈഡും ടോസ്റ്റ് ആയാലും നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ആദ്യം സവാള ഒക്കെ വഴറ്റിയിട്ടുള്ള അതേ പാൻ തന്നെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പു ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും എല്ലാം കൂടിയുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ മസാലയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്നും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് പാലാണ് ചേർക്കേണ്ടത്. പാൽ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. പാൽ ചേർത്തിട്ട് ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ 1 ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. എന്നാലാണ് ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പാല് ചേർത്തുകൊണ്ട് ഫ്രഷ് ക്രീം ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ട് ചപ്പാത്തിൻ്റെയും പൊറോട്ടേൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി എഗ് ബട്ടർ മസാലയാണ്. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനി നമ്മളുടെ അടുത്ത റെസിപ്പി മുട്ട ഓംലെറ്റ് വെച്ചിട്ടുള്ളൊരു കറിയാണ്. ഇത് മലപ്പുറം സൈഡിലൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ചിക്കനും ബീഫും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ട വെച്ചിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് 2 മുട്ടയിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് പാനിൽ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓംലെറ്റ് ഉണ്ടാക്കാനാണ്.
ഒരുപാട് കനത്തിൽ ഓംലെറ്റ് ഉണ്ടാക്കരുത്, കനം കുറച്ചിട്ട് വട്ടത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു സൈഡൊന്ന് വെന്താൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും വെന്താൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. എന്നിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ചൂടുള്ളത് കൊണ്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കൈ വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി. മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചിരിവ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ പെരിഞ്ജീരകം ചേർക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. സാധാരണ നമ്മൾ തേങ്ങ വറുക്കുന്നത് പോലെ നന്നായിട്ട് വറുത്തിട്ട് മൊരിഞ്ഞ് വരണം. ആ സമയം വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണിലും കുറവായിട്ട് മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 1 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ മസാലയുടെ ഒരു മൂത്ത മണം വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കണം. പിന്നെ പാനിൻ്റെ ചൂട് പോകുന്നത് വരെ ഒന്നുകിൽ ഒന്ന് മിക്സാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഈ തേങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ മസാലപ്പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. ചെറിയ ഉള്ളിക്ക് പകരം നമുക്കൊരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. ഉള്ളി നന്നായിട്ടൊന്ന് വഴന്നിട്ട് കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളകാണ് എരിവിനായിട്ട് ചേർത്തിട്ടുള്ളത്. പിന്നെ 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകും കറിവേപ്പില ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ് ചേർക്കുന്നത്. വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പീസോ അല്ലെങ്കിൽ ഒരു പകുതിയോ ചേർത്താൽ മതി. തക്കാളിയുടെ പുളി ഒരിക്കലും കൂടിപ്പോവരുത്. അതുകൊണ്ട് ഒരു ചെറിയ തക്കാളി മാത്രം ചേർത്താൽ മതി. തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ കറി ഒരുപാട് കട്ടിയിൽ കുറുകിയിരിക്കുന്ന ടൈപ്പല്ല, എന്നാൽ ഒരുപാട് ലൂസായിട്ട് വെള്ളം പോലെയല്ല. അപ്പം അതിനനുസരിച്ച് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ കറിയിൽ പെട്ടെന്ന് ഉപ്പ് കൂടി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. കറി നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഓംലെറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. പിന്നെ ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കറി ആദ്യം നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം മുട്ട ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം 1 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ 2-3 ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് താളിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പത്തിരിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണിത്. അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ നീർദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ 4 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനിയും മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.